ഞാനൊരു അതിഥിയെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഒരു അതിഥി വരും എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. അതിഥി നമ്മൾ ഈ രാവിലെ എന്തുകൊണ്ടാണ് ഫിഷ് മാർക്കറ്റിൽ വന്ന് ആ ഫിഷിന്റെ വൈവിധ്യമൊക്കെ പറയാൻ പറ്റിയ ഒരു എക്സ്പേർട്ട് കക്ഷിയെ വിളിച്ചുകൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതാ നിൽക്കുന്നു നമ്മളുടെ പ്രിയങ്കരനായ ഷെഫ് സുരേഷ് പിള്ള. സുരേഷ് നമസ്കാരം. നമസ്കാരം. രാവിലെ വിളിച്ചെണീപ്പിച്ച് ഉറക്കം കളഞ്ഞു ക്ഷമിക്കണം. നമ്മളിവിടെ മാർക്കറ്റിൽ വരുന്ന ഒരു സ്ഥലമാണല്ലോ. വരാറുണ്ടോ? വരാറുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ. മാത്രമല്ല ഈ സുരേഷ് ചേട്ടന്റെ സ്ഥലം എന്നൊക്കെ ഒരുപാട് മീനൊക്കെ ഉള്ള സ്ഥലമല്ലേ? അതെ, കൊല്ലത്ത് അഷ്ടമുടിക്കായൽ തെക്ക് അല്ലേ? തെക്കും ഭാഗം. അതെ, തെക്കും ഭാഗത്ത് സ്പെഷ്യൽ കരിമീൻ കിട്ടില്ലേ? അതെ, കാഞ്ഞിരോട്ട് കായലിലെ കരിമീൻ. അതൊരു ഭയങ്കര സ്പെഷ്യാലിറ്റി അല്ലേ? അതെ, അതിന്റെ പ്രത്യേകം ഈ കാഞ്ഞിരോട്ട് കായലിലെ കരിമീൻ ഏറ്റവും നല്ല കരിമീനാണെന്നുള്ള ആൾക്കാർ, ഈ കരിമീൻ ഈറ്റേഴ്സ് ഉണ്ട്. ഭയങ്കര കരിമീൻ നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കുന്ന മനുഷ്യരുണ്ട്. അപ്പൊ പണ്ട് കാലത്ത് ഈ കാഞ്ഞിരോട് ഭാഗം അല്ലെ കുണ്ട്ര എന്ന് പറയുന്ന ഭാഗത്താണ്. അപ്പൊ അവിടെ കപ്പ സ്റ്റാർച്ച് ഫാക്ടറി ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ സ്റ്റാർച്ചൊക്കെ അടിഞ്ഞ് ഈ കരിമീൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അതിന് കൂടുതൽ വളരാൻ പറ്റിയതും അതിന് കൂടുതൽ രുചിയായിട്ട് കഴിക്കാൻ പറ്റിയ സ്ഥലമായിരുന്നു. അപ്പൊ അവിടുന്ന് കിട്ടുന്ന കരിമീൻ കുറച്ച് കൂടുതൽ പൈസ ഉണ്ട് എന്നൊക്കെയാണ് പറയാ. നമുക്ക് കരിമീനിന്റെ മീൻ വിശേഷങ്ങളിലൊക്കെ എത്താം. ചായ കുടിച്ചാലോ? പിന്നെന്താ കുടിക്കാം? അവിടുന്ന് കുടിക്കാം. പരിചയമുണ്ടോ? ഇന്റർനാഷണൽ ചായ വേണം. നല്ല ചായ തന്നെ കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് ചേട്ടാ എനിക്കൊരു മധുരം കുറച്ച് ചായ. എനിക്ക് മധുരം കുറച്ചുള്ള. അപ്പൊ രണ്ടുപേർക്കും മധുരം കുറച്ച് ഓരോ ചായ. ഈ ചായക്കഥ പറയുമ്പോഴേ രാവിലത്തെ ചായയും വൈകിട്ടത്തെ ചായയും രണ്ടാന്ന് പറഞ്ഞേക്കാലോ. അതെ, നമ്മൾ രാവിലെ ഏറ്റവും ആദ്യം ചായ ഇഷ്ടപ്പെടുന്ന ലോകത്ത് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ടീ ലവേഴ്സ് ആണ്. ലോകത്ത് കുറച്ചുകൂടെ കോഫി ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ രാവിലെ മലയാളിയെ സംബന്ധിച്ച് രാവിലത്തെ ഒരു ചായ ഒരു 10 മണിക്ക് ശേഷമുള്ള ഒരു ചായക്ക് വേറെ രുചിയാണ്. പിന്നെ വൈകുന്നേരം 4 മണി കഴിഞ്ഞിട്ട് ഒരു ആഫ്റ്റർനൂൺ കഴിക്കുന്ന ഏറ്റവും ആസ്വദിച്ച് ഒരു ഈവനിങ് ചായക്കാരുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാം കടുപ്പം, മധുരം, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ വരും. വെള്ളം, കടുപ്പം, പാല്, ഇതിന്റെ എല്ലാം കൂടെ ഒരു ഇത് കണ്ടല്ലോ. എപ്പോഴും വെള്ളം വെട്ടി തിളച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പണ്ട് നമ്മളുടെയൊക്കെ നാട്ടിലെ ചായക്കട എന്ന് പറയുമ്പോൾ അതിനകത്തൊരു നാണയം ഇടുമായിരുന്നു. നാണയം ഇങ്ങനെ വെള്ളം തിളയ്ക്കുന്ന ആ തിളയുടെ നില അറിയാൻ വേണ്ടി എപ്പോഴും ഇങ്ങനെ കിടുകിടുകിടുന്ന സൗണ്ട് കേട്ടില്ലേ? അതിന് കേൾക്കുന്നുണ്ട്. ഇച്ചോടെ കേട്ടോ? കേൾക്കുന്നില്ല. അതായത് നാണയം ഇട്ട ചായക്കടയിൽ ഇങ്ങനെ വിറകടുപ്പിൽ ഇങ്ങനെ അത് ഈ ചായയുടെ രുചി എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ തിളനിലയാണ്. എപ്പോഴും 100 ഡിഗ്രിയിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ അന്നേരം ചായ ഒഴിക്കുമ്പോൾ നല്ല കടവ് വരും. വെള്ളം തിളച്ചെടുക്കണം. ചേട്ടൻ എത്ര നാളായി ചായ ഉണ്ടാക്കുന്ന, ചായ അടിക്കുന്ന ഒരു പരിപാടി തുടങ്ങിയിട്ട്? 30 വർഷമായി. 30 വർഷത്തിന്റെ ചായ ഉണ്ടോന്ന് ഞാൻ നോക്കൂട്ടോ. സുരേഷ് ചേട്ടൻ പറയും. കാണുമ്പോ അറിയാം. അത് കാണുമ്പോ തന്നെ അറിയാം അടിക്കുന്ന ആളുടെ അത് കാണും. എന്തായാലും കുടിച്ചിട്ട് തന്നെ പറയാനാണ് കിടപ്പുള്ളത്. പൊളി. ഇതിപ്പോ ഇവരുടെയൊക്കെ എക്സ്പീരിയൻസ് ഈ മാർക്കറ്റാണ്. രാവിലെ പലരും വരും. ഇത്രയും മത്സ്യത്തൊഴിലാളികളുണ്ട്, വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ മുമ്പ് ഒരു കടയിൽ നിന്ന് വെച്ചാൽ ചായ അടിച്ചടിച്ചടിച്ച് ഇങ്ങനെ ഒരു നല്ല ചായ എപ്പോഴും കിട്ടുക. കണ്ടിന്യൂസ് ആയിട്ട് ഓർഡർ വരണം. അല്ല ആണ്ടിലും സംക്രാന്തിക്കല്ല 1 മണിക്കൂറോട്ട് ഒരു ചായ അല്ല. ഇതേപോലെ ചായ അടിച്ചുകൊണ്ടിരിക്കുമ്പോ താങ്ക് യു. 30 വർഷമായിട്ട് ചായ അടിക്കുന്ന ചേട്ടന്റെ പേരെന്താണെന്ന് പറഞ്ഞേ? ചേട്ടന്റെ പേര്? എന്റെ പേര് നാഗേന്ദ്രൻ. രാജേന്ദ്രൻ ചേട്ടന്റെ ചായ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അടിപൊളി ചായ. ഇല്ല, തർക്കമില്ലാട്ടോ. നല്ല ചായ ചേട്ടാ, നല്ല ചായയാണ്. അപ്പൊ നമുക്ക് പുറത്തേക്ക് ഇറങ്ങി കച്ചവടം കളിച്ചിട്ട് നമ്മളെ മേത്തിട്ട്. അപ്പം ഈ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യം പറയുമ്പോ ഈ എറണാകുളം ഭാഗത്ത് ബ്രേക്ക്ഫാസ്റ്റ്, കൊല്ലം ഭാഗത്ത് ബ്രേക്ക്ഫാസ്റ്റ്, തിരുവനന്തപുരം ഭാഗത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഭയങ്കര വ്യത്യാസമാണ് അല്ലേ? അപ്പൊ കോഴിക്കോടേക്ക് പോയാ രാവിലെ ചെറുപയർ കറി, പുട്ട് അല്ലേ? അത് മാത്രമല്ല, കോഴിക്കോടത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന ഏറ്റവും പ്രത്യേകത കേരളത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് രാവിലെ തന്നെ ഈ മത്സ്യവിഭവങ്ങൾ. ഏറ്റവും കൂടുതൽ മത്സ്യം നമ്മുടെ കൊച്ചിയിലോ അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവരാരും രാവിലെ അത് കഴിക്കാൻ തോന്നില്ല. അല്ല ഉച്ചയ്ക്ക് ശേഷം അല്ല വൈകിട്ട് ആണ് മത്സ്യം കഴിക്കുക. കോഴിക്കോട് പോയി കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം തന്നെ രാവിലെ നിങ്ങൾ പുട്ട്, ചെറുപയർ എന്ന് പറഞ്ഞാൽ പൊറോട്ട, മത്തിക്കറി, അല്ലെ അയല മുളകിട്ടത്, ഇതിങ്ങനെ കിട്ടുകയാണ്. അപ്പൊ കൊച്ചിയിലോട്ട് വരുമ്പോ രാവിലെ എത്രയും സീ ഫുഡ് കഴിക്കാൻ വലിയവർക്ക് താല്പര്യം ഉണ്ടാവും. ഈ പിന്നെ ഈ ഫുഡിന്റെ കാര്യത്തില് ഒരു ചേച്ചിയെ സഹായിച്ച് ചേട്ടൻ ആ കുക്കിങ്ങിലേക്ക് വന്നത്. അതിനു മുമ്പ് ഒരു ക്രേസ് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഈ വീട്ടിലൊക്കെ സജീവമായിരുന്നോ? ഒരിക്കലും അങ്ങനെ ഈ കുക്ക് ചെയ്തൊരു ജോലി എന്നുള്ള രീതിയിലൊന്നും എനിക്കൊരു തോന്നിയിട്ടില്ലായിരുന്നില്ല. ഒരു ഭക്ഷണം ഇഷ്ടമാകുന്ന രീതിയിൽ നമ്മൾ വീട്ടിൽ നിന്ന് കുക്ക് ചെയ്യും, അവരുടെ കൂടെ നിന്ന് കഴിക്കും. അതിനുശേഷം ഇതൊരു ജോലിയായിട്ട് മാറിയപ്പോഴാണ് നമുക്കിനത് സ്കില്ലുണ്ടെന്ന് അറിയാം. ആസ്വദിച്ച് കഴിക്കും കുക്കിംഗ്. സത്യമായിട്ട് കഴിക്കും. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഭക്ഷണം നമുക്ക് ഏറ്റവും നല്ലൊരു
മെഡിറ്റേഷൻ പോലാണ്. ചില ആൾക്കാർക്ക് ചില കാര്യങ്ങൾ ഇപ്പോൾ സിനിമ കാണുന്നത് ഭയങ്കര ഇഷ്ടമായിട്ട് ഭ്രാന്തമായിട്ട് കാണുന്ന ആൾക്കാർ, അത് അവരെ കൂടുതൽ ആസ്വദിക്കുക, അവരെ ഹാപ്പിയാക്കി നിർത്തുക, അവരെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അതുപോലെ നമുക്ക് ഭക്ഷണം ഇഷ്ടപ്പെടുന്ന, അതുപോലെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്ന ജനങ്ങളിൽ നല്ല ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുകയും എത്രയും എഫർട്ട് എടുക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിനകത്ത് ഒരാളാണ് ഞാൻ. എനിക്ക് അപ്പവും മുട്ടക്കറി എനി ടൈം അതൊരു എൻ്റെ ഒരു ഏറ്റവും മോസ്റ്റ് ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റാണ്. നല്ല മുട്ട, താറാമുട്ട അല്ലെങ്കിൽ കോഴിമുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്, ഉള്ളി മസാലയൊക്കെ ഇട്ട് ഭയങ്കര വരട്ടി റോസ്റ്റ് ചെയ്തിട്ട് നല്ല മുരിഞ്ഞ അപ്പം. അത് എന്റെ വീട് ഇവിടെ അടുത്ത പോലഞ്ചേരിയാണ്. ഞങ്ങളുടെ അവിടുത്തെ ഒരു മെയിൻ അപ്പത്തിന്റെ കൂട്ടുകറി എന്ന് പറഞ്ഞാൽ പാല് പിഴിഞ്ഞ മുട്ടക്കറി. പാല് പിഴിഞ്ഞ അതറിയാം, അതെനിക്കിഷ്ടമാണ്. അത് പാല് പിഴിഞ്ഞ മുട്ടക്കറി. ഒരു മുട്ടയുടെ രാവിലെ ഈ എഗ് എന്ന് പറഞ്ഞ ഒരു സാധനം ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ ഏറ്റവും നല്ലതാണ്. ലോകത്തല്ല ഏറ്റവും കൂടുതൽ അധികം ഇപ്പോൾ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കോണ്ടിനെന്റിലൊക്കെ ആയാലും എഗ്ഗാണ് അവരുടെ കമ്പനി. നമുക്കാണ് ഇത്രയും ചോയ്സ്. ദോശ, പുട്ട്, അപ്പം, ഇടിയപ്പം, പത്തിരി മുതലിങ്ങനെ കുഴക്കട്ട ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ എഗ്ഗിനെ അങ്ങ് ഒഴിവാക്കും. ആക്ച്വലി രാവിലെ ഒരു എഗ്ഗ് കഴിച്ച് തുടങ്ങുക എന്ന് പറയുന്നത് നല്ലതാണെന്നാണ് എല്ലാവരും പൊതുവെ പറയാം. അത് പലതരത്തിൽ ഇപ്പോൾ വിദേശികളൊക്കെ പോയി കഴിഞ്ഞാൽ പോച്ച് ചെയ്ത് എഗ്ഗ് കഴിക്കും, സ്ക്രാമ്പിൾ ചെയ്ത് കഴിക്കും, അല്ലെ ഓംലെറ്റ്, സണ്ണി സൈഡ്, ഹാഫ് ബോയിൽ, പലതരത്തിൽ മുട്ട കഴിച്ചിട്ടാണ് തുടങ്ങുക. ഈ ചില ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു നല്ല ഒരു പ്രീമിയം ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിൽ അത് നമുക്ക് ഡിമാൻഡ് ചെയ്യാലോ. അപ്പോൾ മിക്കതും തന്നെ ഈ സണ്ണി സൈഡൊക്കെ ഷുവറാണ്. അതെ, ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യം പറഞ്ഞു. ഇനി ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഈ വൈവിധ്യങ്ങൾ നോക്കാറുണ്ടോ ബ്രേക്ക്ഫാസ്റ്റിൽ? തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ വൈവിധ്യം. മറ്റൊരു രാജ്യത്തൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഇംഗ്ലണ്ടിൽ അല്ലെങ്കിൽ ഇപ്പം അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു കോമൺ ആയിട്ട് ബ്രെഡ്, ബട്ടർ, പിന്നെ കുറേ സാൻഡ്വിച്ചസോ അല്ലെങ്കിൽ സോസേജ്, അങ്ങനെ പലതരത്തിലുള്ള സാധനങ്ങളാണ് വരിക. അപ്പോൾ കേരളത്തിൽ ഇത്രമാത്രം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വെറൈറ്റി എനിക്ക് തോന്നുന്നില്ല മറ്റൊരു സമൂഹത്തിനുണ്ടെന്ന്. ഓരോ ദിവസവും ഇപ്പം തുടർച്ചയായിട്ട് പോയി കഴിഞ്ഞാൽ ഒരു 75 ദിവസം അല്ല 2 മാസം വ്യത്യസ്തമായ ബ്രേക്ക്ഫാസ്റ്റ്, അതായത് ഇന്ന് കഴിച്ചത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 2 മാസം തുടർച്ചയായിട്ട് വ്യത്യസ്തമായ ഭക്ഷണം കഴിക്കാനുള്ള കോമ്പിനേഷൻസ് നമുക്കുണ്ട്. ഇന്ന് ദോശ നാളെ ഇഡ്ഡലി കഴിക്കും. അത് മാത്രമല്ല, ഇത്രയും കറികളില്ലേ നമുക്ക്. ഇപ്പൊ നിങ്ങൾക്ക് ഇന്ന് അപ്പവും മുട്ടക്കറിയും കഴിച്ചു, നാളെ ഇടിയപ്പവും ചിക്കൻ സ്റ്റൂ ആയിരിക്കും, വീണ്ടും ഒരു അപ്പവും കടലക്കറി കഴിച്ചാൽ ഇറ്റ്സ് ഡിഫറെന്റ് കോമ്പിനേഷൻസിൽ 2 മാസത്തിലധികം വ്യത്യസ്തമായിട്ട് കഴിക്കാൻ പറ്റും. അത് വേറെ ആർക്കും ഇതില്ല. വേറെ എല്ലാവർക്കും ഇന്ന് ഒരാഴ്ചത്തെ ഡെയിലി ഒരേ സാധനങ്ങൾ കഴിച്ചു പോവാന്നുള്ളത്. എനിക്ക് ഈ പിന്നെ ഈ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റിന്റെ വൈവിധ്യം എനിക്ക് കുറച്ചുകൂടി ഈ മധ്യ കേരളത്തിലേക്കും വടക്കൻ കേരളത്തിലേക്കും പോകുമ്പോഴല്ലേ. തെക്കൻ നിങ്ങളുടെ കൊല്ലം പിന്നെ അതെല്ലാം തോന്നുന്നു എല്ലാ സ്ഥലത്തും. ഇപ്പൊ കേരളത്തിന് മൊത്തത്തിൽ ഈ പറഞ്ഞത് ബ്രേക്ക്ഫാസ്റ്റിന് രാവിലെ ഇപ്പം മലബാറിൽ അല്ലെങ്കിൽ ഇവരെ ഒരു അപ്പമൊന്നും രാവിലെ വീടുകളിൽ ഉണ്ടാക്കുന്നില്ല. അപ്പൊ അപ്പം കോമൺ ആയിട്ട് ദോശ അല്ലെങ്കിൽ അരിപ്പലഹാരങ്ങളൊക്കെ ആയിരിക്കും. ഇവിടെ ഓരോ സ്ഥലത്തും അതിൻ്റെതായ വ്യത്യാസമുണ്ട്. പക്ഷെ ഈ പറഞ്ഞ എല്ലാ വ്യത്യാസങ്ങളും ഏറ്റവും കൂടുതലായിട്ടുള്ള സംഭവം വണ്ടി വരുന്ന മാർക്കറ്റ്. അപ്പൊ നല്ല വലിയ ഗംഭീര മീനാ ഓലക്കൊടി അല്ലേ? ഓലക്കൊടി അല്ലേ? ഓലക്കൊടി മഹി എന്ന് പറയും. എന്താണ് മഹി? ഓ ആക്ച്വലി ഇംഗ്ലീഷ് നെയിമാണ്. ഇംഗ്ലീഷും ഇവിടെ എല്ലാവരും ഇംഗ്ലീഷ് നെയിമാണ് മഹി എന്നുള്ള രീതിയിലാണ്. നമ്മുടെ നാട്ടിലേക്ക് ഈ ഓലക്കൊടി എന്നാണ് പറയാനുള്ളത്. നമുക്ക് മീനിലേക്ക് എത്താം. അതിന് മുമ്പ് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മീനിലേക്ക്. അപ്പം ചേട്ടാ ഞാൻ പൈസ കൊണ്ട് തരാട്ടോ. ഇത് കഴിഞ്ഞിട്ടൊന്ന് കഴിക്കാം. അപ്പം ഈ അപ്പത്തിന്റെ കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷൻ എനിക്ക് കൂടുതൽ ആളുകൾ അത് ഞാൻ പറഞ്ഞില്ലേ സ്ഥലങ്ങളനുസരിച്ചിട്ട് ചിലർക്ക് സ്റ്റൂ ഭയങ്കര ഇഷ്ടമാണ്, ചിലർ കടലക്കറി ഭയങ്കര ഇഷ്ടമാണ്, ചിലർ കിഴങ്ങ് കറി. എനിക്ക് കിഴങ്ങറി ഭയങ്കര ഇഷ്ടമാണ്. കിഴങ്ങ് ഒരു മഞ്ഞ കളറിൽ കട്ടിയുള്ള തേങ്ങാപ്പാൽ, പച്ചമുളക്, ഉള്ളി എല്ലാം കൂടെ ഇട്ടിട്ട് ഒരു പൂരിക്ക് കിട്ടുന്ന ബാജിയെക്കാട്ടിൽ കുറച്ചുകൂടെ ലൂസ് ആയിരിക്കണം. അതെ 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 ഒന്ന് ലൂസ് ആക്കിയിട്ട്. അതെ. ഇത് കരിമീൻ, ചെറിയ ചെമ്മീൻ, വലിയ ചെമ്മീൻ, ആ കൊഞ്ച് തൊലി ഉരിച്ചു വെച്ചിട്ടുണ്ട്. ഇത് കക്ക, ഇതുണ്ട ചെറിയ കക്ക ഇറച്ചിയുണ്ട്. ഈ ചെറിയ കരിമീൻ നമ്മുടെ കായലിൽ തന്നെയല്ലേ? ഇതെല്ലാം കായലിലായിരിക്കും. ബ്രേക്ക്ഫാസ്റ്റിൽ മീൻ വിഭവമാറുണ്ടോ? മീൻ വിഭവം ആവാറുണ്ടോ ബ്രേക്ക്ഫാസ്റ്റിൽ? ഞാൻ പൊതുവേ നമ്മുടെ ഈ കൊല്ലത്തുകാരനായ സ്ഥിതിക്ക് അങ്ങനെ കഴിക്കാറ്. പക്ഷെ ഇപ്പൊ ഒരു ഷെഫ് നിലയിൽ കിട്ടിക്കഴിഞ്ഞാൽ കോഴിക്കോടൊക്കെ പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും കടയിൽ പോയി രാവിലെ ഒരു അയലക്കറിയും പുട്ടും കഴിക്കാറുണ്ട്, അല്ലെങ്കിൽ മത്തിയും ഇതായിട്ട് കഴിക്കാറുണ്ട്. ഞാൻ പറയട്ടെ, എന്റെ ഒരു ഫേവറേറ്റ് പറയട്ടെ, നല്ല മൊരമരാന്ന് മുരിഞ്ഞ പൊറോട്ട, അതില് അല്പം പാല് വിഴിഞ്ഞ ഒരു മീൻകറി അല്ലെങ്കിൽ ഫിഷ് മോളി അപ്പം. അതെ. പക്ഷെ മലയാളികളുടെ മുമ്പിൽ ഒരു പൊറോട്ട കണ്ടാൽ അത് രാവിലെയാണെന്നോ ആ ഒരു ഡിഷിന് ഇപ്പൊ നമ്മൾ ചിലപ്പോ ഒരു ദോശ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്ന സമയത്ത് കഴിക്കണം തോന്നൂല. ഓക്കെ, അല്ലെങ്കിൽ അത്രയ്ക്ക് ഭയങ്കര ഫാനായിരിക്കണം.
പക്ഷെ പൊറോട്ട എന്ന് പറയുന്ന സാധനം മലയാളി കണ്ണ് തുറന്ന് മുമ്പിൽ അയാളുടെ മുമ്പിൽ ചുട്ടടിച്ചിട്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ കഴിച്ചു പോകും. അത് നേരം വെളുത്താലും ഉച്ചയ്ക്കായാലും രാത്രിയിലായാലും അത് ഒരു പൊറോട്ട മലയാളികളെ കീഴടക്കിയ ഒരാളാണ്. മലയാളികൾ പൊറോട്ടയുടെ ഒരു അടിമയെന്ന് പറയാം. കാരണം അത് അറിയാം, അതിന് ഭയങ്കര ഗുണങ്ങളില്ല, മൈദയാണ്. ബട്ട് സ്റ്റിൽ നമുക്കിഷ്ടമാണ്. അതപ്പോൾ ഇഷ്ടമുള്ള സാധനം കഴിക്കുന്നതിന് വലിയ തെറ്റൊന്നുമില്ല, അത്രേ ഉള്ളൂ. ഇനി ഇപ്പൊ ഈ ഒരു കൊഞ്ച് കിട്ടിയാൽ എന്താ നമുക്ക് ഇപ്പൊ രാവിലെ നമുക്ക് സെറ്റാക്കാൻ പറ്റുന്ന എന്താണ്? ഞാൻ പെട്ടെന്ന് തൊലിച്ച് കുറച്ചെടുത്തിട്ട് ഇത് ഏറ്റവും ഉച്ചയ്ക്കായിട്ടാണെങ്കിൽ നമ്മൾ കൊഞ്ചിന്റെ തീയലുണ്ടാക്കും. വറുത്തരച്ച തീയൽ. അതല്ലെന്നുണ്ടെങ്കിൽ കൊഞ്ചും മാങ്ങയും മുരിങ്ങയ്ക്കും കൂടെ ഒരു ചാറുണ്ട്. അത് ചോറോട്ട് ഭയങ്കര ടേസ്റ്റാണ്. അതല്ലെങ്കിൽ ചെമ്മീൻ പൊരിയലുണ്ട്. അല്ലെങ്കിൽ ചെമ്മീൻ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഫേമസ് നമ്മുടെ റെസ്റ്റോറന്റിലെ റെസിപ്പി ഉണ്ടല്ലോ, വേണാട് പാൽക്കൊഞ്ച്. അതൊക്കെ ഈസി ആയിട്ട് 5 മിനിറ്റ് ഉണ്ട്. ഇത് ഭയങ്കര ചെറിയ അതാണ് ഏറ്റവും ടേസ്റ്റ് ഉള്ളത്. ആ കുഞ്ഞു ചെമ്മീനും മുരിങ്ങയ്ക്കയും മാങ്ങ കൂടെ ഇട്ടിട്ട് തേങ്ങ അരച്ചിട്ടുള്ള ഒരു ചാറ് കറിയുണ്ട്. അത് ചോറിന്റെ അത് ഇല്ലേ, അടിപൊളിയല്ലേ? മുരിങ്ങക്കിട്ട കറി ഉണ്ടോ? അമ്മയ്ക്ക് അറിയോ? ആളെ അറിയോ? അറിയത്തില്ല. അമ്മ ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഷെഫാണ് സുരേഷ് ഏട്ടൻ കേട്ടോ. സുരേഷ് ഏട്ടൻ അയ്യോ നാണം വന്നോ? പേരെന്താ? അമ്മയ്ക്ക് ക്യാമറ കണ്ടപ്പോ ചെറിയത് നാണോ? ആ കുഴപ്പമില്ല, ക്യാമറ ഒന്നും വേണ്ടെന്ന്. ഈ ചേട്ടൻ നമ്മൾ ആദ്യം പരിചയപ്പെടും. ചേട്ടാ ഇതെന്ത് മീനാ? ഈ മീന് പേര് കതിരാൻ. പരിചയമുണ്ടോ? കാണാം. പിന്നെ ചെറിയ നെത്തോലി. അതൊരു മിക്സർ ആയിട്ട് വരുന്നത് അല്ലേ? ഇനി ഇതുപോലെ നിങ്ങളുടെ നാടുകൾ, അതായത് ഈ കൊല്ലം പ്രദേശത്ത് കക്കയൊക്കെ കുറവല്ലേ ഉപയോഗിക്കല്? കക്ക കൂടുതലാണ്. അത് വലിയ ഇതല്ലേ? മറ്റേ ചിപ്പിയുണ്ട്, ചെറിയ കക്കയുണ്ട്. ചെറിയ നമ്മുടെ കക്കയ്ക്ക് പറയാ ക്ലാംസ് എന്ന് പറയും. അത് കൊല്ലം ഭാഗത്ത് ഏറ്റവും കൂടുതൽ വെച്ചാൽ യെല്ലോ ക്ലാംസ് എന്ന് കിട്ടും. അപ്പൊ അത് കഴിഞ്ഞിട്ട് ചിപ്പിക്കക്ക എന്ന് പറഞ്ഞാണ് മസിൽസ്. പിന്നെ മുരു ഇറച്ചി എന്ന് പറഞ്ഞാണ് ഓയിസ്റ്റേഴ്സ്. ഇത് എല്ലാം കൊല്ലത്ത് കിട്ടുന്നതാണ്. കൊല്ലത്ത് കായൽ എവിടെയൊക്കെ ഉണ്ട് അവിടെ എല്ലാം സാധനങ്ങളുണ്ട്. ഈ ഇപ്പോ നമ്മുടെ റെസ്റ്റോറന്റിൽ എവിടെ മീൻ എടുക്കലൊക്കെ എങ്ങനെയാ? ഡയറക്റ്റ് എടുക്കുവാണോ? ഡയറക്റ്റ് എടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും. അതാണല്ലോ ഈ മീനിന്റെ മലയാളികൾക്ക് മീൻ എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ഒരു മാർക്കറ്റിൽ നിന്ന് ഫ്രഷ് ആയിട്ട് കഴിച്ച് പരിചയമുള്ളവരാണ്. അപ്പൊ അവരുടെ മുമ്പിലേക്ക് ഫ്രോസൺ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ പഴകിയ മത്സ്യമോ കൊണ്ട് അവർക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പൊ അതിന്റെ ഏറ്റവും വലിയ കൊച്ചിയിലൊക്കെ നമുക്ക് ഒരു റെസ്റ്റോറന്റ് നടത്തുന്നത് വളരെ ഈസിയാണ്. ഏറ്റവും കൂടുതൽ മത്സ്യം ലഭിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൂടാണ്ട് ഇവിടെ ഇനി ഷോർട്ടേജ് ആണെങ്കിൽ നമുക്ക് വിഴിഞ്ഞത്തു നിന്നും നീണ്ടകരയിൽ നിന്നും അതുപോലെ മംഗലാപുരത്തു നിന്നും ചെന്നൈയിൽ നിന്നും ഒക്കെ എത്താറുണ്ട്. അങ്ങോട്ട് നടന്നു നോക്കിയാൽ എനിക്ക് തോന്നി ഇവിടെ റീറ്റെയിലും അവിടെയാണ് ലേലമൊക്കെ അവിടെയാണ്. ഇവിടെയൊക്കെ ചെമ്മീൻ ഇന്ന് കൂടുതൽ ചെമ്മീനാന്ന് തോന്നുന്നല്ലോ. ചെമ്മീനാണ്. ചെമ്മീനിന്റെ ഒരു ചേട്ടാ ഇന്ന് ചെമ്മീനാണോ കൂടുതൽ? ചെമ്മീനാണ് കൂടുതൽ. വള്ളക്കാരം ഉണ്ട് തക്കോണ് പോ കപ്പല് ചെമ്മീന്റെ തക്കോണ് പോ. തക്കെന്ന് പറഞ്ഞാൽ ചെമ്മീന്റെ പണി ചെമ്മീന് കൂടുതൽ കിട്ടുന്ന ഒരു സമയം. ചെമ്മീൻ കൂടുതൽ കിട്ടുന്ന സമയമാണ് ഇപ്പൊ. അത് ഓരോ സീസൺ ഉണ്ടോ? ആണല്ലേ? സുരേഷ് ചേട്ടൻ ഈ ചെമ്മീന്റെ ഓരോരോ വൈവിധ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. തീയലുണ്ടാക്കും, പിന്നെ മുരിങ്ങക്കായും മാങ്ങയും ഉപയോഗിച്ചുള്ള ഒരു ചാറ് കറി. നിങ്ങളുടെ ഫേവറേറ്റ് എന്താ ചെമ്മീനുണ്ട്? ഞങ്ങൾക്ക് കൂടുതൽ ചെമ്മീൻ ചെമ്മീൻ വളർത്തും, പിന്നെ ചാറ് വെക്കും, മാങ്ങാക്കറിയൊക്കെ ചാറ് വെക്കും. എന്റെ വീട്ടിലെ നമ്മള് ചെറിയ മൂപ്പായിട്ടുള്ള കരിക്ക് ഇങ്ങനെ ചെറുതായിട്ട് കൊത്തിയിട്ട് വളർത്തിയെടുക്കും. കുടംപുളി ഇട്ടിട്ട് അത് റോസ്റ്റ് അല്ല, ഇങ്ങനെ ഭയങ്കര മമ്മിയുടെ ഒരു സ്പെഷ്യലിസ്റ്റാണ്. അപ്പൊ എങ്ങനെ കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? അതുകൊണ്ട് കച്ചവടം ഇപ്പൊ കുഴപ്പമില്ല. കച്ചവടം ഇവിടെ തന്നെയാണോ വീട്? നേരെ അക്കരയിലാണ്. ഈ അക്കരത്തെ കാര്യം പറഞ്ഞു. ഞങ്ങൾ ആ പാലം കുറെ പേര് പരാതി പറഞ്ഞു, ഒരു വലിയ പാലം വേണം. പാലം വലുത് വന്നാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഒരുപാട് തന്നെ എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഒന്നും റെഡിയാണില്ല. പല ആൾക്കാരും നിറവേറ്റണില്ല. ആ ചാനൽ ലൈവ് പോയിക്കൊണ്ടിരിക്കുക. നമ്മള് ആൾക്കാരെങ്ങനെ നിങ്ങൾക്ക് രാവിലെ കാണിക്കാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതല്ലേ. സുരേഷേട്ടനെ വിളിച്ച് സുരേഷേട്ടൻ റെഡി ആയിട്ട് വന്നു. അപ്പൊ ശരി സുരേഷേട്ടാ, ഈ കൊല്ലത്തെ അപ്പത്തിന്റെ ഈ മീൻ മാന്തൽ അല്ലേ? മാന്തൽ എന്ന് പറയും. നമ്മുടെ കൊല്ലം ഭാഗത്ത് എലമ്പാട്ട എന്ന് പറയും. ഇതിന്റെ ഇംഗ്ലീഷിൽ പേര് സോൾ എന്നാണ് പറയാ. ഇതിന്റെ പേരെന്താ ഇവിടെ എന്താ പറയണേ? നങ്ക്. യെസ്. ഓക്കെ, നങ്ക്. അപ്പൊ മാന്തൽ ഇത് തന്നെയല്ലേ? മനുഷ്യനെ ഉപദ്രവിക്കുന്ന സാധനമല്ല ഞങ്ങള്. വേണ്ട എനിക്ക് വേണ്ട.
സുരേഷേട്ടൻ അതിനിടയിൽ കക്ക വാങ്ങാൻ പോയി. വാങ്ങിച്ചോ സുരേഷേട്ടൻ കക്ക വാങ്ങിച്ചോ? ആണോ? വാങ്ങുവാണോ? വാങ്ങിച്ചോ, ധൈര്യമായിട്ട് വാങ്ങിച്ചോ. സുരേഷേട്ടൻ എന്റെ ഇടയ്ക്ക് കക്ക പിന്നെ ചമ്പക്കരയിൽ നല്ല ഫ്രഷ് കിട്ടുന്നുണ്ട്. സുരേഷേട്ടൻ ഒപ്പിച്ചു. അതെ, വാങ്ങിച്ചു. അപ്പൊ ചേച്ചി ഇത്രയും കക്കയ്ക്ക് എന്താ വില? എന്താ 100 രൂപ? ഇത്രയും കക്കയ്ക്ക് 100 രൂപ അല്ലേ? ഇന്ന് എങ്ങനെ, ചെറിയ കക്കയാണോ വലിയ കക്കയാണോ? ആണോ? ചേച്ചി വീട് എവിടെയാണ്? അപ്പൊ ഇത് വിൽക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നാണോ? എവിടെ നിന്ന് കക്ക എടുത്തത്? ഇവിടെ വന്നിട്ട് ഇവിടെ തന്നെ വിൽക്കും. അപ്പൊ ഞങ്ങൾ തന്നെ എടുത്താൽ മതി. കാശ് കൊടുക്കണം. കാശ് കൊടുക്കണേ സന്തോഷല്ലേ? സീരിയലല്ല, പിന്നെ ഇതാ ലൈവാണ് ന്യൂസ് ചാനലില്. സജീവ 100 ചേച്ചി. രാവിലെ 100 രൂപയ്ക്ക് കക്ക വാങ്ങിച്ചിട്ടുണ്ട്. ഇന്ന് മിക്കവാറും ഉച്ചയ്ക്ക് സുരേഷ് ചേട്ടന്റെ അടുത്ത് ആണല്ലേ, സുരേഷ് ചേട്ടന്റെ വീട്ടിലും ഉച്ചയ്ക്ക് കക്ക ഫ്രൈ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കണ്ടോ മീൻ, കണ്ടോ? ഇതാണ് മീൻ. ഇങ്ങനെ കൊണ്ടിറക്കി ഇവിടെ നിന്ന് ലേലം വിളിച്ച് അങ്ങ് പോകും. സുരേഷ് ചേട്ടാ, എന്തോ ഈ മീനൊക്കെ കാണുമ്പോ ഒരു കൊതിയൊക്കെ തോന്നുന്നുണ്ടോ? അതെ, വലിയ ചെമ്പല്ലി ഉണ്ട്, അതുപോലെ നെയ്മീൻ, ചൂര, എല്ലാ സംഭവങ്ങളും. വലിയ ചൂരയാണ് ഇത്. കേര. വലിയ കേരയുണ്ട്. മീനിന്റെ ഒരു വലിയ നീണ്ട വിഭവം തന്നെയുണ്ട് അല്ലേ? നമുക്ക് ആ ചേട്ടാ ഇത് ചേട്ടൻ്റെ അല്ലേ? ഒരു മിനിറ്റ് ഒന്ന്. ഈ മീനൊക്കെ എങ്ങനെയാ, എവിടുന്നാ വരുന്നത്? ഇത് കൊച്ചി ഹാർബറിൽ. ആ കേര എത്ര ഉണ്ടാവും? അതൊരു 40 കിലോ. 40 കിലോ. ഒറ്റ പീസായിട്ട് പോവോ അതോ മുറിച്ചു കൊടുക്കോ? അങ്ങനെയാണ് ഇവിടുന്ന് പോകണം. മുറിക്കൽ ഇവിടെ ഇല്ല. ഹോൾസെയിൽ മാർക്കറ്റ് ആണ്, അങ്ങനെ പോകണം. ഇത്രയും മീൻ എത്ര സമയം കൊണ്ട് തീർക്കും? തീരുന്നില്ല. ഇവിടെ ഒരു 9 മണി വരെ ഉണ്ട് കച്ചവടം. കുറെയൊക്കെ തീരും. നല്ല ഫ്രഷ് മീൻ കൊടുത്തോളൂ സുരേഷ് ചേട്ടന്റെ ഹോട്ടലിൽ. ഫ്രഷ് തന്നെ കൊടുക്കാലോ. നല്ല വറ്റുണ്ട്, ചെമ്പല്ലിയുണ്ട്, വിളമീനുണ്ട്, കേരയുണ്ട്, നെയ്മീനുണ്ട്, ചൂരയുണ്ട്. എന്തുവേണം? വറ്റ, കാരി, കൂരി, ചെമ്പല്ലി എല്ലാം എല്ലാം ഉണ്ട്. സാറിന് എന്തുവേണോ പറഞ്ഞു? നമ്മളെടുക്കാം, മീൻ എടുക്കാനായിട്ട്. വറ്റോർന്ന് എടുത്തോ. ഇപ്പൊ വേണ്ട, ഞങ്ങൾ ലൈവ് ചെമ്പല്ലി കൂന്തൽ വാങ്ങിച്ചോണ്ട് പോവാണ് ചേട്ടൻ. കൂന്തൽ കണവ അല്ലേ? കണവാന്ന് പറയും, കൂന്തൽ എന്ന് പറയും ചിലയിടത്ത്. ഇവിടെ ഒരുപാട് മീൻ, കുഞ്ഞു സ്രാവൊക്കെ ഉണ്ടല്ലോ. അതെ, സ്രാവുണ്ട്. ഈ സ്രാവ് കൊണ്ടുള്ള ഒരു വിഭവം നമ്മുടെ തെരണ്ടി പോലെ വറുത്തരച്ചാണ് ഈ സ്രാവ് വയ്ക്കുക. അതുപോലെ സ്രാവിന്റെ ഒരു തോരനുണ്ട്. കാരണം സ്രാവിന്റെ പ്രത്യേകത ഇതിനകത്ത് മുള്ള് വളരെ സോഫ്റ്റ് ആണ്, കഴിക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ ഏറ്റവും കൂടുതൽ എല്ലാം എഡിബിൾ ആയിട്ടുള്ളൊരു മീനാണ്. അത് സോഫ്റ്റ് ആയിട്ട്. ബേബി ഷാർക്ക് അല്ലേ? അപ്പൊ കുഞ്ഞു സ്രാവാണോ നല്ലത്? അങ്ങനെ കൂടുതൽ കിട്ടുന്ന സമയത്ത് ഇതിനെ എല്ലാവരും കൂടെ ഒരു ഈ തേങ്ങ വറുത്തരച്ചിട്ടുള്ള കറി ഏറ്റവും. ചേട്ടൻ എന്തൊക്കെയോ പറയുന്നു എന്റെ അടുത്ത്. എന്താ ചേട്ടൻ എന്താ പറഞ്ഞാ? കേട്ടില്ല. എന്താ പറഞ്ഞേ? സ്രാവിലുണ്ടാവും കുഞ്ഞുങ്ങൾ. ഇനിയോ? അതിലുണ്ടാവും കുഞ്ഞുങ്ങൾ. അതിന്റെ ഉള്ളിലുണ്ടോ? അത് കുഞ്ഞല്ലേ? ഓൾറെഡി കുഞ്ഞല്ലേ? അല്ല, കുഞ്ഞല്ല, തള്ളേണത്. അതിലുണ്ടാവും കുഞ്ഞുങ്ങൾ. ആണോ? ഈ മീൻ ഏതാ? ആ വലിയ മീൻ ഹമൂർ. ഒരുപാട് നമുക്ക് ഈ ഗ്രില്ല് ചെയ്യാനൊക്കെ നല്ല അറബി നാടുകളിൽ, ഗൾഫിലുള്ള ഏറ്റവും കൂടുതൽ ഭയങ്കര ഇഷ്ടമുള്ള മീനാണിത്. ഈ ഹമൂറല്ലേ? ഇത് ഹമൂർ വേറെയാണ്. ഇത് റെഡ് ഹമൂറാണ്. റെഡ് ഹമൂർ. പിന്നെ പുള്ളി ഹമൂറാണ്. ഈ കിടക്കുന്ന അതാണ് ഹമൂർ. വേറെ ഹമൂറുണ്ട്, വരയം ഹമൂർ, പുള്ളി വലയം, ബ്ലാക്ക് ഹമൂർ. ഈ ഹമൂറിന് റേറ്റ് എന്താ? ഇതിനിപ്പോ 250 രൂപ. 250. അത് ഹോൾസെയിൽ റേറ്റ് ആണോ? ഹോൾസെയിൽ റേറ്റ് ആണ് 250. ഇപ്പൊ ഞാൻ 1 കിലോ വേണമെന്ന് പറഞ്ഞ ചേട്ടൻ തരുമോ? തരുമല്ലോ. അപ്പൊ വേണ്ട, ചോദിച്ചതാ. എങ്ങനെയുണ്ട് ഇവിടെ കച്ചവടമൊക്കെ? എങ്ങനെയുണ്ട്? അടിപൊളി സെറ്റപ്പ് അല്ലേ? മീൻ എവിടെ നേട്ടാ വരുന്നത്? എല്ലായിടത്തും വരുന്നുണ്ട്, എല്ലാ സ്ഥലത്തും. പിന്നെ നമ്മള് കൊച്ചി ഹാർബറിൽ മുനമ്പം. ഈ സ്രാവൊക്കെ എപ്പോഴും സീസണിൽ ഉള്ളതാണോ അതോ വല്ലപ്പോഴും കിട്ടില്ല? വല്ലപ്പോഴൊക്കെ കുറവുള്ളൂ. ഈ കണവയും ചെറിയ കണവയാണല്ലോ. ഓക്കെ, അപ്പൊ എന്തായാലും ഈ വിശേഷങ്ങൾ, മീൻ കാഴ്ചകളൊക്കെ ഇങ്ങനെ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നു. നമുക്ക് അവസാനം കഴിഞ്ഞിട്ടില്ല. സുരേഷായിട്ട് നമുക്കൊരു കുഞ്ഞ് ബ്രേക്ക് എടുക്കാം. ഓക്കെ, ഒരു ചെറിയ ഇടവേള എടുത്തിട്ട് ശേഷം നമ്മുടെ ബാക്കിയുള്ള മാർക്കറ്റിലെ എന്തൊക്കെയാണ് നടക്കുന്നത് ലൈവായിട്ട് നിങ്ങളോട് പങ്കുവെക്കുന്നതായിരിക്കും. സുരേഷ് പിള്ള.